അതുകൊണ്ട് തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ളതായി മാറുന്നത്. പിന്നാലെ പൊതു തെരഞ്ഞെടുപ്പും. പറഞ്ഞോളൂ. പച്ചക്കള്ളം പറയരുത്. നിങ്ങൾ നിലമ്പൂർക്കാരനാണോ എന്നില്ലാണ് ആദ്യത്തെ ചോദ്യം എനിക്ക് ചോദിക്കാല്ലേ. കാരണം എന്താ അറിയോ, ഇവിടെ ഒരു ചോദ്യകർത്താവ് ചോദിച്ചപ്പം കരുളായിക്കാരനാണെന്ന് താഴ്ത്തി കളഞ്ഞു. ഞാൻ പറയുന്നു, വടപുറം പാലം മുതൽ കാളികാവ് വരെ ഉണ്ടായിരുന്നൊരു നിലമ്പൂർ മണ്ഡലത്തിലായിരുന്നു ആര്യാടൻ പ്രതിനിധീകരിച്ചിരുന്നത്. വടപുറം പാലം നിലമ്പൂരിനെയും വണ്ടൂർ നിയമസഭാ മണ്ഡലത്തെയും കൂട്ടിയോജിപ്പിക്കുന്ന പാലം ആര്യാടൻ കൊണ്ടുവന്നതാണോ? അല്ല, സായിപ്പിൻ്റെ കാലത്തുള്ളതാ. അത് കഴിഞ്ഞ് മുതിരിപ്പാലം, ചെറിയൊരു തോടിന് കുറുകെയുള്ള പാലാണ്, ആര്യാടൻ കൊണ്ടുവന്നാണോ? അതും സായിപ്പിൻ്റെ കാലത്തുള്ളതാണ്. പിന്നെ ഇവിടെ പിലാക്കൽ 2 പാലങ്ങളുണ്ട്, സായിപ്പിൻ്റെ കാലത്താ. ചെറുപുഴപ്പാലം, നെടുങ്കയം പാലം, പിന്നെ അങ്ങോട്ട് ചുള്ളിയോട് കാളികാവ് വരെ പോയാൽ കല്ലാമൂലപ്പാലം ആര്യാടൻ്റെ സംഭാവനയാണോ? അപ്പൊ അങ്ങനെ പറഞ്ഞു പോകരുത്. അല്ല, ഇതെല്ലാം ഈ ദ്വീപുകളെ ബന്ധിപ്പിച്ചത് അദ്ദേഹമാണെന്നാണ് പറഞ്ഞത്. ചാലിയാർ നിലമ്പൂർ 1982 ടി.കെ. ഹംസ കൊണ്ടുവന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ കാലത്താണ് നിലമ്പൂരിനെയും ചാലിയാറിനെയും യോജിപ്പിച്ചത്. കാറ്റാടിപ്പാലം എടക്കരയെയും മൂത്തടയും യോജിപ്പിച്ചത് കൊണ്ടുവന്നത് അവിടെ ശിലാഫലകമുണ്ട്, പോയി നോക്കണം. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, മൃഗാശുപത്രികൾ ഒക്കെ മാറി മാറി കേരളം ഭരിച്ച ഗവൺമെൻറ്റുകൾ വന്ന കാലത്ത്, ശരി, ഇടതുപക്ഷം കേരളം ഭരിക്കുന്ന കാലത്തും ആര്യാടൻ മുഹമ്മദ് സാർ ഇവിടുന്ന് MLA ആയിട്ടുണ്ട്. അതിൻ്റെ ഫലമായി കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലല്ലാതെ സ്പെഷ്യലായിട്ട് ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന MLA 35 വർഷം ഇവിടെ പ്രതിനിധീകരിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ള, എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു മലയോര ഹൈവേയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സൗകര്യങ്ങൾ ഉയർത്തിയതോ ഹോസ്പിറ്റലുകളുടെ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾക്ക് ഉയർത്തിയതോ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒറ്റ കാര്യം. ചോദ്യം സ്ട്രെയിറ്റ് ആണ്, മറുപടി. ഞാൻ സായിപ്പിന്റെ കാലത്തെ ഒരു പാലത്തിന്റെ പേരും ഞാൻ പറഞ്ഞിട്ടില്ല. വടപുറം പാലം ആര്യാടൻ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ സായിപ്പിന് ശേഷം ഈ പാലങ്ങളെല്ലാം ഉണ്ടാക്കിയത് ആര്യാടനാണെന്ന് എൻ്റെ സുഹൃത്ത് സമ്മതിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ അതാണ് പറയട്ടെ, ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. ആ ചോദ്യത്തിലൊക്കെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ആ ചോദ്യത്തിലൊക്കെ അത് ഉണ്ടല്ലോ. സായിപ്പ് ഉണ്ടാക്കിയ പാലത്തിന്റെ പേര് പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ ഒരു പാലത്തിന്റെ പേര് പറയാൻ കഴിയാതെ ഞാൻ പറഞ്ഞ പാലങ്ങൾ മുഴുവൻ പ്രളയത്തിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഞാൻ ഒറ്റ കള്ളത്തരം പറഞ്ഞിട്ടില്ല. ഇവിടെ ഉണ്ടാക്കിയ പാലങ്ങളും ഇവിടെ കൊണ്ടുവന്ന വികസനങ്ങളും ആശുപത്രി ആയാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും പിന്നെ RTO ഓഫീസുകളായാലും എല്ലാ കാര്യങ്ങളിലും കൊണ്ടുവന്നത് ആര്യാടനാണെന്ന് പറഞ്ഞിടത്ത് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്.